ഹലോ നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഔട്ട് സ്റ്റേഷൻ കേസായിരുന്നു കേട്ടോ. അതും സാറ്റർഡേ ഔട്ട് സ്റ്റേഷൻ കേസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത്ര താല്പര്യമുള്ള കാര്യമല്ല. ബിക്കോസ് ആക്ച്വലി ഹൈക്കോർട്ട് സാറ്റർഡേ സിറ്റിംഗ് ഇല്ല. സോ ഓഫീസിലോട്ടാണെങ്കിൽ ഒരു 10-10:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, തിരിച്ച് പെട്ടെന്ന് റൂമിലോട്ട് എത്താനും. പക്ഷേ ഔട്ട് സ്റ്റേഷൻ കേസ് ആണെങ്കിൽ പുലർച്ചെ തന്നെ ഇറങ്ങും വേണം, വൈകിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന് പറയാൻ പറ്റുമല്ലോ. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഉറക്കപ്പിച്ചിലായിരുന്നു ഞാനും സാറും രാഹുലും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴ ചേർത്തല കോടതിയിലായിരുന്നു നമ്മുടെ കേസ് ഉണ്ടായിരുന്നത്. ചേർത്തല കോടതിയിലോട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, നല്ലൊരു ആംബിയൻസിലൊരു കോടതിയാണ് ചേർത്തല. ഉച്ചയ്ക്ക് മുന്നേ നമ്മുടെ കേസ് വിളിക്കും, വൈകുന്നേരം റൂമിലോട്ട് എത്താം എന്നൊക്കെ പ്ലാനിങ്ങിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെങ്കിലും ലഞ്ച് ബ്രേക്കിന് ശേഷമായിരുന്നു നമ്മുടെ കേസ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ പറയണ്ട, രാവിലെ എവിടെയോ പോയതിൻ്റെ ഉറക്കം തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഉറക്കം വരുമൊക്കെ ചെയ്യും, പക്ഷെ നമുക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല. ലഞ്ച് ബ്രേക്കിന് ശേഷം ആദ്യം വിളിക്കുന്ന കേസ് നമ്മുടേതായിരുന്നു. സോ നമ്മുടെ കേസ് വിളിച്ചു. അത്യാവശ്യം ഒരു നീണ്ട ആർഗ്യുമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ സ്ഥലത്തോട്ട് കാറിൽ കയറിയതും എനിക്ക് ചെറുങ്ങനെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ സാറ് എന്തായിരുന്നു കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ചെറുങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ സ്ഥലത്തോട്ടെത്തി. സോ ഇതാണ് ഒരു ഔട്ട് സ്റ്റേഷൻ കേസുള്ള ദിവസം. എൻ്റെ കൊളീഗ്സിനെയും സാറിനെയും അടുത്തുള്ള വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.